നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ മേഖല നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് വളരുന്നത്. മറ്റൊരു രാജ്യത്തിനും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വളർച്ച. പ്രത്യേകിച്ച് നാവികസേനയെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുകയാണ് രാജ്യം ഇപ്പോൾ. ലോകരാജ്യങ്ങൾക്കിടയിൽ യുദ്ധസമാന സാഹചര്യങ്ങൾ വളർന്നു വരുമ്പോൾ ഇന്ത്യൻ നാവികസേന ഒരു പുതിയ യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുവരെയുള്ളതിൽ വെച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ പദ്ധതിയായ പ്രോജക്ട് 18 നിർമ്മാണങ്ങൾക്ക് നാവികസേന തുടക്കമിട്ട് കഴിഞ്ഞു. സമുദ്രത്തിൽ സമ്പൂർണാധിപത്യം സ്ഥാപിക്കാൻ കഴിവുള്ള സമാനതകളില്ലാത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകളുള്ള യുദ്ധക്കപ്പൽ, അതാണ് പ്രോജക്ട് 18 ഇന്ത്യ നടപ്പാക്കാൻ പോകുന്നത്. കടലിലെ ഭീമനാകാൻ പോകുന്ന പ്രോജക്ട് 18 സവിശേഷതകൾ നോക്കാം. 13,000 ടൺ ഭാരമുള്ള ഭീമൻ സ്റ്റെൽത്ത് ഡിസ്ട്രോയറാണ് ഈ പദ്ധതിയുടെ ഹൃദയം. ഇതാ ഇന്ത്യ നിർമ്മിക്കുന്ന ഏറ്റവും വലുതും ശക്തവുമായ യുദ്ധക്കപ്പലായിരിക്കും. നിലവിലുള്ള വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളെക്കാൾ വലുതും സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നതുമായ പ്രോജക്ട് 18 ഡിസ്ട്രോയർ ലോകത്തിലെ പ്രധാന നാവിക ശക്തികളുടെ ക്രൂസർ കപ്പലുകളോട് കിടപിടിക്കുന്നതായിരിക്കും. ഇത് കടലിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയുടെ പ്രതീകമായി മാറുകയും ചെയ്യും. അതിശക്തമായ ആയുധശേഷിയാണ് ഇതിലെ പ്രത്യേകത. 144 വിക്ഷേപണ മിസൈൽ സെല്ലുകൾ ഇതിലുണ്ടാകും. ഇത് ഏതൊരു ഇന്ത്യൻ യുദ്ധക്കപ്പലുകളെക്കാളും ഉയർന്ന മിസൈൽ ശേഷിയുള്ളതാണ്. പിൻഭാഗത്ത് 32 VLS സെല്ലുകൾ, PGLR-SAM വ്യോമ പ്രതിരോധ മിസൈലുകൾ ഘടിപ്പിച്ച ഇവയ്ക്ക് 250 കിലോമീറ്റർ അകലെ നിന്ന് ശത്രു വിമാനങ്ങളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും തകർക്കാൻ സാധിക്കും. കരയിലും കടലിലുമുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ബ്രഹ്മോസ് എക്സ്റ്റൻഡഡ് റേഞ്ച് ക്രൂയിസ് മിസൈലുകളും മറ്റ് ദീർഘദൂര തദ്ദേശീയ ക്രൂയിസ് മിസൈലുകളും ഇവയിൽ സജ്ജമാക്കും. ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലുകൾക്കായി രൂപകൽപ്പന ചെയ്ത 64 VLS സെല്ലുകൾ കപ്പലിന് നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധം നൽകുന്നു. ഇതുകൂടാതെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് ബ്രഹ്മോസ് 2 വേണ്ടിയുള്ള 8 സ്ലാൻഡ് ലോഞ്ചറുകളും കപ്പലിൽ സജ്ജമാക്കുകയുണ്ടാകും. ഈ മിസൈൽ സജ്ജീകരണം പ്രോജക്ട് 18 അതിശക്തമായ കവചങ്ങളാകുമെന്നതിനൊപ്പം തന്നെ ശത്രു വിമാനങ്ങൾ, മിസൈലുകൾ, കപ്പലുകൾ, അന്തർവാഹിനികൾ, കരയിലെ ടാർഗറ്റുകൾ എന്നിവയെ ലക്ഷ്യമിടാൻ കഴിവുള്ള ലെയേർഡ് മൾട്ടി ഡൊമൈൻ പ്രതിരോധ സംവിധാനവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത്യാധുനിക റഡാറുകളും സെൻസറുകളും സജ്ജമാണ് ഇതിൽ. DRDOയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും അതായത് BEലും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നെക്സ്റ്റ് ജെൻ റഡാർ, സെൻസർ സ്യൂട്ട് എന്നിവയും ഇതിന്റെ ആയുധ ശേഖരത്തെ പൂർണ്ണമാക്കുന്നുണ്ട്. എസ് ബാൻഡ് വോളിയം സെർച്ച് റഡാറുകൾ ഉൾപ്പെടെയുള്ള 4 വലിയ റഡാറുകൾ 500 കിലോമീറ്ററിനപ്പുറം ദൂരങ്ങളിൽ 360 ഡിഗ്രിയിൽ ഉപരിതലത്തിൽ നിന്ന് വരെ ഉണ്ടാകുന്ന ഭീഷണികളെ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ളവയാണ്. ജാമിങ്ങും സൈബർ ഇടപെടലുകളും പോലുള്ള വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ ഒരു മൾട്ടി സെൻസർ മാസ്റ്റും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളും ഇതിന് കരുത്ത് പകരും. മേക്ക് ഇൻ ഇന്ത്യയുടെ അഭിമാനമാകും പ്രോജക്ട് 18 പദ്ധതികൾ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ അഭിമാനമാകും പ്രോജക്ട് 18 നടപടികൾ. കപ്പലിലെ ഏകദേശം 75% തദ്ദേശീയമായിട്ടായിരിക്കും നിർമ്മിക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായി സംയോജിപ്പിച്ച ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം, നൂതന സ്റ്റെൽത്ത് ഷേപ്പിംഗ്, മൈനുകൾ കണ്ടെത്താനും അണ്ടർ വാട്ടർ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാനുമുള്ള കഴിവും ഈ ഒരു കപ്പലിനുണ്ടാകും. കൂടാതെ 2 മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളും കപ്പലിൽ വിന്യസിക്കും. ഏറ്റവും പുതിയ പ്രവചനങ്ങൾ അനുസരിച്ച് പ്രോജക്ട് 18 ഡിസ്ട്രോയറിന്റെ ബ്ലൂ പ്രിന്റ് 2028 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈകാതെ ഇതിന്റെ നിർമ്മാണവും വിതരണവും തുടങ്ങും. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് അതായത് MDLും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് അതായത് GRSCയും ചേർന്നാണ് ഈ ഭീമൻ കപ്പലുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുക. 2035 ആകുമ്പോഴേക്കും 170 മുതൽ 175 യുദ്ധക്കപ്പലുകൾ പ്രവർത്തിപ്പിക്കുക എന്ന ഇന്ത്യൻ നാവികസേനയുടെ വിഷന്റെ ഒരു പ്രധാന ഭാഗമായി ഈ ഡിസ്ട്രോയറുകൾ മാറും. ഇത് നാവികസേനയുടെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യത്തെ പ്രതിരോധിക്കുന്നതിലും ഇത് അതിനിർണായകമാകും. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന്റെ വളർച്ച ഇനി പ്രോജക്ട് 18 ഡിസ്ട്രോയിലൂടെ ആയിരിക്കും അറിയപ്പെടാൻ പോകുന്നത്.